வணக்கம் அம்மா. என்ன மூர்த்தி அண்ணா, அம்மாவா? பச்சை குழந்தைப்பா. മാഡം ഇത് തമ്പി സാറ് മാഡത്തിനെ കാണാൻ വന്ന് നിൽക്കുമായിരുന്നു. എന്തായിരുന്നു? വീട്ടിലെ കാര്യം സംസാരിക്കാനാ. അമ്മയോട് സംസാരിച്ചാൽ മതി. ഇവിടെ വരും സാർ. ഒന്ന് നോക്കിക്കാം, ഡയലോഗ് നോക്കിക്കാം സാർ. രണ്ടുപേരും സ്വന്തം പടമാണെന്ന് കരുതി വാരി ഇങ്ങ് തന്നേക്ക്, ഞാൻ ഒപ്പി എടുത്തോളാം. സാർ സമയം കുറവാണ്, പെർമിഷന്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെന്താ? അജയ് ഒന്ന് നോക്കാം. റെഡിയാണ്. ഡയലോഗ് അറിയാലോ? മാള് റെഡി അല്ലേ? റെഡിയാണ് സാർ. വിഷ്ണു ആളെ മാറിക്കോ. ആക്ഷൻ. എന്റെ ജീവിതം നിങ്ങൾ എറിഞ്ഞുടച്ചു. ഇപ്പൊ എന്റെ മോളെ എന്നിൽ നിന്ന് നിങ്ങൾക്ക് പിടിച്ചു പറിക്കണോ അല്ലേ? നോ മിസ്റ്റർ ചന്ദ്രഹാസൻ, നോ. രാധിക വർമ്മയെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഷട്ട് അപ്പ് യു. ചന്ദ്രഹാസൻ ആരുടെ മുന്നിലും മടിയറ വെച്ചിട്ടില്ലാത്ത ഒന്നുണ്ട്, അതിന്റെ ക്യാരക്ടറാണ്. എന്താ നീ കാണിക്കുന്നത്? സോറി ഡയലോഗ് നോക്കാം. 37 by 1 take 2 ആക്ഷൻ. മിസ്സസ് രാധിക വർമ്മ, നിങ്ങളെ സോറി സാർ, ഒന്നുകൂടെ. എന്നാ വരടാ? ഒന്നുമില്ല, നീ റിലാക്സ് ചെയ്ത് ഒന്നുകൂടെ നോക്കാം. ഡയലോഗ് നോക്കാം. മാളും അക്യൂ മാത്രം പറ. ശരി, ഓക്കെ. ശരിടാ, റിലാക്സ്. റെഡി റെഡി അജയൻ? റെഡി റെഡി ആക്ഷൻ. ഈ രാധിക വർമ്മയെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഷട്ട് അപ്പ് യു. ചന്ദ്രഹാസൻ ആരുടെ മുന്നിലും മടിയറ വെച്ചിട്ടില്ലാത്ത ഒന്നുണ്ട്, അത് അയാളുടെ ക്യാരക്ടറാണ്. മിസ്സസ് രാധിക വർമ്മ. സോറി സാർ, സോറി സാർ. ഓവർ കോൺഫിഡൻസിന്റെ ഫലമാ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ആകെ പതറുകയായിരുന്നു. എന്റെ അപകർഷതാബോധം എന്നെ തളർത്തി. അവൾ ജ്വലിക്കുന്ന താരം, ഞാൻ പരാജയങ്ങൾ നിറങ്കെടുത്തിയ പദവിയില്ലാത്ത നടൻ, ഉള്ളിൽ അവളോട് കെട്ടടങ്ങിയിട്ടില്ലാത്ത പ്രണയവും എല്ലാം ചേർന്ന് മനസ്സിന്റെ ജാഗ്രത നഷ്ടപ്പെട്ടിരുന്നു. What happened? തെറ്റിപ്പോകുന്നു മാളുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ. നോൺസെൻസ്. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാള് ഡു ഇറ്റ് മാൻ. എന്നോട് വെറുപ്പാണോ, അതോ ആ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ളൊരു? എന്നെ മനസ്സിലായിട്ടില്ല അജയന്. ഐ സ്റ്റിൽ ലൈക്ക് യു. ഐ ഓൾവേസ് ലൈക്ക് യു. നിങ്ങളിലെ നടന്റെ ഫാനായിരുന്ന ആ പഴയ കുട്ടി തന്നെയാണ് ഞാൻ. യെസ്, സ്വന്തം അച്ഛനേക്കാൾ ധനികനായി തീർന്ന എന്നോട് നിനക്ക് അസൂയായിരുന്നു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജെലസി മിസ്സസ് രാധിക വർമ്മ. നന്നായിരുന്നു കേട്ടോ. ഗുഡ് ഷോട്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ആ വേഗം അടുത്ത ഷോട്ട് റെഡിയാക്ക്. കലക്കി എന്റെ സാറേ. സാർ നമുക്കിതാ ഇങ്ങനെ ഒരു ട്രോളി ഇട്ടാലോ? അത് വേണ്ട സാർ, വേണ്ട. ശരി, എന്നാ നമുക്ക് നേരെ ഫേസിലോട്ട് ഇങ്ങനെ ചാർജ് ചെയ്താലോ? അതും വേണ്ട. അതും വേണ്ട. സാർ പോയിരുന്നു, ഞാൻ എടുത്തോളാം. ശരി. വഴിയിലാണ് പെട്ടിട്ടുണ്ട്. പോടാ. ഗുഡ് ഷോട്ട്. അപ്പോഴേ എത്ര 40 or 50? രണ്ട്. ഒരുപാട് തവണ ഞാൻ ശ്രമിച്ചു ഒന്ന് കാണാനും സംസാരിക്കാനും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ടെന്നാ തോന്നിയത്. ചിലത് കേട്ടു ഇടയില്. എന്ത്? അറിയാലോ, ആ കന്നഡ ആക്ട്രസ് സുനന്ദയോ? ചേച്ചേ, പത്രക്കാര് വെറുതെ. എനിക്കറിയാലോ ഈ റോമിയോയുടെ ഓഫ് സ്ക്രീൻ പ്ലേസ്. ചേച്ചേ, പടങ്ങൾ ഓരോന്നായി പൊട്ടുന്നു, നിന്നെയും നഷ്ടപ്പെടുന്നു. അപ്പൊ കുടി കുറച്ച് കൂടി, അത് സത്യമാണ്. അതും കേട്ടു. അതൊക്കെ ഒന്ന് കുറച്ചൂടെ? എന്നിട്ട് ശ്രദ്ധിക്കുക പ്രൊഫഷനിൽ. യു ഹാവ് എ ലോങ് വേ ടു ഗോ. പ്ലീസ്, എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞല്ലോ, അത് മതി. ഇനി കേൾക്കില്ല വേദനിപ്പിക്കുന്ന ഒന്നും. அக்கா பேக்கப் ஆச்சு, அம்மா தேடுறேன், சீக்கிரம் வாங்க. ദാ വന്നു. ഏയ് നിക്ക്. ഉമ്മ വെക്കാനും അറിയില്ലേ? നീ ഉമ്മ വെക്കാൻ എപ്പോ പഠിച്ചേ? അതിന് ക്ലാസിക് ഫ്രഞ്ച് ഫിലിംസ് കാണണം, അല്ലാതെ നമ്മൾ കാണുന്ന ടൈപ്പ് ഫിലിം കണ്ടിട്ട് കാര്യമില്ല.
നമസ്കാരം. നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. മൂഡ് നന്നാക്കുന്ന ആളാണോ? മനസ്സിലായില്ലേ? സിന്ദൂരത്തിന്റെ ഫിലിം പേജ് ചെയ്യുന്ന സുരേഷ്. ചേട്ടൻ അറിയാം, നമ്മൾ ഊട്ടിയിൽ വെച്ച് ചേട്ടന്റെ റൂമിലൊന്ന് കൂടിയായിരുന്നു. ഓ, കള്ളു കുടിക്കുന്ന ദിവസങ്ങളില് എന്റെ മുറിയിൽ വന്നു പോകുന്ന പരാന്നഭോജികളുടെ മുഖങ്ങളൊക്കെ ഓർത്തു വെക്കാന്ന് പറഞ്ഞ വലിയ പാടാ. എന്തിനു വന്നത്? ഇന്റർവ്യൂ? അങ്ങനെ വിശദമായിട്ടൊന്നുമില്ല. ഒരു ചോദ്യം. അമിത വിശ്വാസത്തിന്റെ ഫലമായി ഇന്ന് സംഭവിക്കുന്ന അടിക്കടിയുള്ള പരാജയം എങ്ങനെ താങ്ങുന്നു? എഴുന്നേക്ക് സുരേഷ, എഴി. നിന്നെ ഞാൻ ചവിട്ടാത്തത് അതിന്റെ പേരിൽ നീ കോളം എഴുതി കോണാൻ കഴുകി ആളാവും എന്ന ഭയം കൊണ്ടാണ്. സിനിമാ പത്രപ്രവർത്തനം അന്തസ്സായി ചെയ്യുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളോടും മനസ്സിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞോട്ടെ. ഫോട്ടോ പോട്ടാ കൊന്നേനിപ്പം. അങ്ങനെ ഒരത്താഴം മുടക്കിയ കൂടെ പിണക്കി വിട്ടു. ഒരുപാട് അത്താഴപ്പട്ടിന് കിടന്ന് ശീലമുള്ളവനാ മൂർത്തി ഞാൻ. സാർ അറിഞ്ഞായിരുന്നോ? സാർ അറിഞ്ഞില്ല അല്ലേ? നമ്മുടെ പ്രൊഡ്യൂസർ വസന്തകുമാർ സാറിന്റെ അടുത്ത പടം ചെയ്യുന്നത് എബി സാറാ. ഹീറോയിനി നമ്മുടെ മാളവിക. 2 പേർക്കും അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു. ആണോ? ആ, എബി ഒന്നും പറഞ്ഞില്ല. നന്നായി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ അവന്റെ പടം ചെയ്യാൻ. അവനാ പടത്തിന് വേണ്ടി പ്ലാൻ ചെയ്ത സബ്ജക്റ്റ് എനിക്കറിയാം. ചിമിട്ടായിട്ടോ. പക്ഷേ ഹീറോയുടെ പേര് മാത്രം പറഞ്ഞു കേട്ടില്ല. ഒന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിൽ കുറച്ചിൽ കാണണ്ട. എന്താ? അതെങ്ങനെയാടാ ഞാൻ അവനോട്? അവന്റെ മനസ്സിൽ ഞാൻ ഇല്ലെങ്കിൽ അതൊരു പ്രയാസാവില്ലേ? പറയാൻ അവനും കേൾക്കാൻ എനിക്കും. എന്നാ നേരിട്ട് ചോദിക്കണ്ട. മാളവികേരത്തൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ. മൂർത്തി, അത് കഴിഞ്ഞ് ഒരു തെറ്റുമില്ല. ആ കൊച്ചു പറഞ്ഞാൽ എബി സാർ എന്തായാലും തള്ളില്ല. തെറ്റൊന്നും ഇല്ലെന്നേ. ഒരെണ്ണം അങ്ങ് കൊളുത്തി കിട്ടട്ടെ എൻ്റെ സാറേ. ഇനി ഒരു മല കൂടെ കയറാനുള്ളൂ. ഈ ദുരിതം അങ്ങ് തീരും. ഒന്ന് പറ. ആ കൊച്ചു നൈസായി അങ്ങ് അവതരിപ്പിച്ചോളൂ. വളർമതി ദാ. தாமா. ஓ அம்மா இது இல்ல கண்டினியூட்டி. அந்த மெரூன் ட்ரெஸ் இருக்குல்ல, அதை எடுத்துட்டு வா. ஐயோ, அது கீழே இருக்கு. பரவாயில்லம்மா, போய் எடுத்துட்டு வா. சரி, இந்த டவல் போட்டுக்கோ. போ. அம்மா, இதுக்கு லாக் இல்ல. பரவாயில்ல, நீ போய் எடுத்துட்டு வா. போ. பொண்ணுக்கு செய்தி வந்தாச்சு. கிடைச்சதா? അജയൻ, ആരെങ്കിലും വരും. പ്ലീസ് പോ. അജയൻ, ഉമ്മ തരാനാണ്. പെട്ടെന്ന് തന്നിട്ട് പോ. മളു, ഞാനൊരു കാര്യം പറയാൻ വന്നാ. ഞാൻ വേണേ തിരിഞ്ഞേക്കാം. ഓ, അത്രയ്ക്ക് ഡീസന്റ് ആയോ? ശരി, പറ. എബി പടം ചെയ്യുന്നു. അറിയാം, ഞാനല്ലേ ഹീറോയിൻ. എബിയുടെ ആദ്യത്തെ പടം. ഇനി അവൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. മളു, ഞാൻ പറയുന്നത് ആ സബ്ജക്റ്റ് എനിക്കറിയാം. മളു, ഹീറോ റോൾ. അടുത്ത ഫ്രണ്ട് അല്ലേ? പറ, എനിക്ക് ആ റോള് വേണമെന്ന്. അതെങ്ങനെ മളു ഞാൻ പറയാ? അവൻ മറ്റാരെങ്കിലും ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് എന്താ വേണ്ടത്? പറയൂ. മാള് ചോദിക്കോ അവനോട്? ചോദിക്കാം. ചോദിച്ചാൽ മാത്രം പോരാ. ഈ ചെക്കനെ ഹീറോ ആക്കിയില്ലെങ്കിൽ ഞാൻ ഡേറ്റ് തരില്ല എന്ന് പറയട്ടെ? അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഭയങ്കര ഈഗോ ഉള്ള കക്ഷിയാ. ശരി, എബിയേട്ടനോട് പറഞ്ഞ് ഞാൻ ആ റോൾ മേടിച്ചു തരും. തന്നിരിക്കും. പകരം എനിക്കെന്ത് തരും? എന്റെ ജീവൻ തരും. വിശ്വസിക്കാലോ? മാളു, താങ്ക് യു. താങ്ക് യു അല്ല, താങ്ക് യു. ഓ ശരി. എന്റെ ചെക്കൻ ചെല്ല്. ഇത് മാളു ഏറ്റു.